ഫോട്ടോയിൽ കാണുന്ന ബ്രസീലിയൻ മോഡൽ ഇന്ത്യൻ സംസ്ഥാനമായ ഹരിയാനയിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ ലിസ്റ്റിൽ അപ്പിയർ ആയത് ഏകദേശം 22 തവണയാണ്. അതും പല ബൂത്തുകളിൽ നിന്ന് പല പേരുകളിലായി. ഇങ്ങനെ ഏകദേശം 25 ലക്ഷത്തോളം കള്ള വോട്ടുകൾ ഈ ഹരിയാനയിൽ മാത്രം ആ ഒരൊറ്റ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് തെളിവുകളും ഉദാഹരണങ്ങളും സഹിതം രാജ്യത്തോട് പറഞ്ഞിട്ടുള്ളത്. 25 ലക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം 5,21,619 വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളാണ്. അവയുടെ ഉദാഹരണം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ 2 ബൂത്തുകളിൽ ഒരൊറ്റ ഫോട്ടോ വെച്ച് മാത്രം ചേർത്ത വോട്ടുകൾ 223 ആണ്. ഒരൊറ്റ അസംബ്ലിയിൽ ഒരൊറ്റ ഫോട്ടോ വെച്ച് ചേർത്ത വോട്ടുകളുടെ എണ്ണം 100 ആണ്. ഇങ്ങനെ ഒരുപാടധികം ഉദാഹരണങ്ങൾ അവർക്ക് തന്നെ നമുക്ക് കാണിച്ചു തരാനുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ 1,24,177 ഫേക്ക് ഫോട്ടോകളും ബ്ലർഡ് ഫോട്ടോകളും വെച്ച് ചേർത്ത വോട്ടുകളുടെ ഉദാഹരണവും അനവധിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത വിഭാഗം ബൾക്ക് വോട്ടുകളാണ്. അതായത് ഒരൊറ്റ വീട്ടിൽ നിന്ന് മാത്രം 500ഉം 100ഉം 50ഉം 60ഉം ഒക്കെ വോട്ട് ചേർത്ത സാഹചര്യം. എന്നാൽ ആ വീടുകളിലേക്ക് പോയി പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ആളുകളെ ഒന്നും അവിടെ കാണാനും സാധിക്കില്ല. ഇനി ഇതിനെല്ലാം പുറമെ അടുത്തൊരു വിഭാഗം കൂടിയുണ്ട്. അത് കൃത്യമായി UP-ലേതുൾപ്പെടെയുള്ള BJP നേതാക്കന്മാരുടെ വോട്ടുകൾ ഹരിയാനയിലേക്ക് കൂടി ചേർത്തതിൻ്റെതാണ്. അതായത് UP-യിലും ഹരിയാനയിലും ഒരേപോലെ വോട്ട് ചെയ്യുന്ന BJP നേതാക്കന്മാരുടെ തെളിവുകളും ഇന്ന് നമ്മൾ കണ്ടു. ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ്. ഒരു ഹരിയാനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല. കേരളത്തിലെ തൃശ്ശൂരിൽ തുടങ്ങി ഈ പറയുന്ന കർണാടകയിൽ ഉൾപ്പെടെ, ബീഹാറിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉൾപ്പെടെ, ഹരിയാനയിൽ നിന്ന് പുറത്തു വന്നതുൾപ്പെടെ, മഹാരാഷ്ട്രയിൽ മുമ്പ് പുറത്തു വന്നതുൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഒരു ഓർഗനൈസ്ഡ് ക്രൈമാണ്. ആ ക്രൈമിനെതിരെ കൃത്യമായി നമ്മൾ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് വോട്ട് ചെയ്യാൻ ജനാധിപത്യം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല.